ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയൊരു സ്ലീവാണ്. എല്ലാവർക്കും മക്കളുടെ പട്ടുപാവാടയിലും അല്ലെങ്കിൽ ഉടുപ്പിലായാലും മിഡി ടോപ്പിലായാലും തുന്നാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയൊരു സ്ലീവാണ്, പഫ് സ്ലീവ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്നിടാൻ പോകുന്നത്. എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒരു സ്ലീവ് നമുക്ക് പലതരത്തിൽ സ്റ്റിച്ച് ചെയ്യാം. പഫ് സ്ലീവ് ആക്കണമെങ്കിൽ ഫുള്ളായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുത്ത് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പാർട്ടിൽ മാത്രമായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുത്ത് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫ്രണ്ട് പാർട്ടിൽ നല്ല ഭംഗിയിൽ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് നമ്മുടെ കുട്ടികളുടെ പട്ടുപാവാടയിലും ഉടുപ്പിലും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നാണ്. അപ്പോൾ പഫ് സ്ലീവാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സ്ലീവിനുള്ള ക്ലോത്ത് നാലാക്കി മടക്കുക. നാലാക്കി മടക്കുമ്പോൾ നമ്മുടെ നോർമൽ സ്ലീവ് ആണെങ്കിൽ ഒരു 6.5 ഇഞ്ചും പിന്നെ അലവൻസിനുള്ള ഭാഗം മാത്രമേ വിടേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോൾ പഫ് സ്ലീവ് ആയതുകൊണ്ട് കുറച്ചധികം വിടണം. ഇതിപ്പോൾ 8 ഇഞ്ച് എടുക്കാം, 10 ഇഞ്ച് എടുക്കാം. നമുക്ക് എത്രയാണോ പഫിന് ആവശ്യം അത്രക്കനുസരിച്ച് നമുക്ക് എടുക്കാം, നമ്മുടെ ഒരു ക്ലോത്ത് ഉള്ളതിനനുസരിച്ച്. അപ്പം നമുക്ക് ഇതിന്റെ മെഷർമെന്റ് നോക്കാം. 2 ഇഞ്ച് അലവൻസും സ്ലീവിന്റെ വിത്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചും ഇതെല്ലാം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇതാ ക്ലോസ്ഡ് ആയിട്ടുള്ള ഈ ഭാഗത്താണ് കേട്ടോ. ഓപ്പൺ പാർട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ വരണം, ക്ലോസ്ഡ് പാർട്ട് ഇതാ ഈ ഭാഗത്ത്. ആ ഭാഗത്താണ് നമ്മൾ മാർക്കിംഗ് എല്ലാം നടത്തുക. പിന്നെ മടക്കുള്ള ഭാഗം ലെഫ്റ്റ് സൈഡിലേക്കും നമ്മുടെ ഭാഗത്തേക്കും. അപ്പോൾ ഈ ഭാഗത്തെ അളവ് എന്ന് പറയുന്നത് 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതാണ് നമ്മുടെ അലവൻസ് ഭാഗം, ക്ലോത്തിന്റെ അലവൻസ് ഭാഗം. പിന്നെ 6 ഇഞ്ചാണ് നമ്മുടെ ആം ഹോൾ വരുന്ന ഭാഗം. പിന്നെ ശേഷം ഈ ഭാഗമാണ് നമ്മുടെ ക്ലോത്തിന്റെ പഫ് ഇട്ട് കൊടുക്കുന്ന ഭാഗം. ഇത് എത്ര വരുന്ന നോക്കാം. ഇതൊരു 7.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ മാർക്ക് ചെയ്യാം. ശേഷം അലവൻസിന്റെ അവിടെ ലൈൻ വരച്ച് നമ്മൾ കുഴിച്ചു വെട്ടാനുള്ള ഭാഗമായുണ്ട് 2.5 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടുന്ന് ഒരു കേർവ് ഷേപ്പിൽ ഇതിലേക്ക് ജോയിൻ ചെയ്യാം. എങ്ങനെയാണ് ആം ഹോൾ കേർവ് ഷേപ്പിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും കാണണം. അത് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ആം ഹോൾ ഇവിടെ കുഴിച്ച് മാർക്ക് ചെയ്യാം. ആം ഹോൾ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും. അതിനനുസരിച്ച് നമ്മളിവിടെ ബാക്ക് ആം ഹോൾ അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഈ ഭാഗം അങ്ങനെ തന്നെ വെക്കാം. കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്ക് ആദ്യം ഇതിന്റെ മാർക്കുകളൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഇതാ ഈ മാർക്കിന്റെ അവിടെയും ഈ മാർക്കിന്റെ അവിടെയും നമുക്ക് നോച്ചസ് ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് 2 ആം ഹോളിലേക്കും 2 സ്ലീവിലേക്കും കറക്റ്റായിട്ട് നമുക്ക് ഈ മാർക്കിങ് കിട്ടും. ഇവിടെ ഒരു നോച്ചസ് ഇട്ട് കൊടുക്കുക, ഇവിടെ ഒരു നോച്ചസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നോച്ചസ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ ക്ലോത്ത് ആം ഹോൾ അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് 2 സ്ലീവ് രണ്ടായിട്ട് നമുക്ക് കിട്ടും. ഇപ്പൊ ഈ പാർട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് ആം ഹോളിന്റെ ഭാഗം നമ്മൾ കുഴിച്ചു വെട്ടി ബാക്ക് ആം ഹോളിന്റെ ഭാഗമാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ആം ഹോൾ ഓൾറെഡി അവിടെ തന്നെ ഉണ്ട്. ഇതാ ഇവിടെ നമ്മൾ നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ലീവിന്റെ ക്ലോത്തിന്റെ സ്ലീവിന്റെ അലവൻസ് ഭാഗമാണ്. ഇവിടെയും നോച്ചസ് ഇട്ടുണ്ട്. ഇത്രയും നമുക്ക് പ്ലീറ്റ് ഇടണം. അപ്പൊ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പൊ ഇതാണ് 2 മെഷർമെന്റ് നമ്മൾ എടുത്തു, 2 സ്ലീവിന്റെ. ഇനി നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. ഈ ഭാഗത്താണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. പ്ലീറ്റ് ഇട്ട് ഇതിനെ ഈ നോച്ചസിന്റെ അടുത്ത് വരെ എത്തിക്കുക. സ്ലീവിന്റെ ലെങ്ത് 6 ഇഞ്ച് എന്ന് പറഞ്ഞു. സ്ലീവിന്റെ വിത്ത് 6 ഇഞ്ച് എന്ന് പറഞ്ഞു. ലെങ്ത് 4.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇവിടെ 5 ഇഞ്ച് ഉണ്ട്.
1/2 ഇഞ്ച് നമുക്ക് ആം ഹോൾ ചേർക്കാനുള്ള ഭാഗമാണ്. ബാക്കി 4.5 ഇഞ്ച് ഇവിടെ വരുള്ളൂ. ഇത് നമ്മൾ മടക്കി അടിക്കുകയല്ല ചെയ്യുക, ബൈൻഡിങ് ആണ് ചെയ്യുക. കാരണം ഇതൊരു പഫ് സ്ലീവ് അല്ലേ, അപ്പോൾ ഉള്ളിന്ന് മടക്കി ബൈൻഡിങ് ചെയ്യുകയാണ് ചെയ്യുക. ഇത് കൂടെ മടക്കി അടിക്കില്ല. ഈ ക്ലോത്തിന്റെ ഈ ഭാഗത്ത് നമ്മൾ നോച്ചസ് ഇട്ട് കൊടുക്കണം. കാരണം നമ്മളിത് ഓപ്പൺ ചെയ്ത് സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതാണ് മിഡിൽ പാർട്ടായിട്ട് വരിക. ഇതാണ് മിഡിൽ പാർട്ട്. നമ്മൾ ഇത്രയും സ്ലീവ് അല്ല, ഇത്രയും പ്ലീറ്റ് റൈറ്റ് സൈഡിലേക്കും ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്ലീറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ അതിന്റെ മിഡിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്ലീവിന്റെ മിഡിൽ പാർട്ടിൽ നമ്മൾ നോച്ചസ് ഇട്ട് കൊടുക്കും. ഈ ഭാഗമാണ് നമ്മൾ ആം ഹോളായിട്ട് ജോയിൻ ചെയ്യണം, മിഡിൽ പാർട്ട്. അപ്പൊ നമ്മൾ ഈ ഭാഗത്തേക്കും പ്ലീറ്റ് ഇട്ട് കൊടുക്കണം, ഈ ഭാഗത്തേക്കും പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അപ്പൊ ഇനി പ്ലീറ്റ് ഇട്ടിട്ട് ഇതെങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ക്ലോത്തിന്റെ നമ്മൾ നോച്ചസ് ഇട്ടില്ലേ, അവിടെയാണ് നമ്മൾ തുന്നൽ മെഷീനിൽ വെച്ച് സൂചി താഴ്ത്തി നിർത്തേണ്ടത്. ശേഷം അവിടുന്ന് വലത്തോട്ടും പിന്നെ ഇവിടുന്ന് ഇടത്തോട്ടും ഒരേ അളവിൽ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് ഇങ്ങോട്ട് നമ്മൾ നോച്ചസ് ഈ മിഡിൽ തൊട്ട് ഈ സൈഡ് വരെ നമ്മൾ നോച്ചസ് ഇട്ട് വെച്ചിട്ടുണ്ട്, ഇതുവരെ. അപ്പൊ അതുവരെ കറക്റ്റായിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് പോരാ. വെള്ള നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതിന് വേണ്ടി. ഈ പ്ലീറ്റ് ഇട്ട് തുന്നിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. റൈറ്റ് സൈഡ് കറക്റ്റായിട്ട് പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇതേമാതിരി ഒരേ അളവിൽ സ്റ്റിച്ച് ചെയ്യാം. സൂചി ഉയർത്തി മെല്ലെ പ്രഷർ ഫുട്ട് മാറ്റി നമുക്കിതൊന്ന് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരു സൈഡ് പ്ലീറ്റ് ഇട്ട് കൊടുത്തതാണ് ഇവിടെ കാണുന്നത്. വൃത്തിയിൽ ഒരേപോലെ ചെയ്യാം. ശേഷം നമുക്ക് ഇടത്തെ ഭാഗത്തും അതേമാതിരി പ്ലീറ്റ് ഇട്ട് കൊടുക്കണം, കറക്റ്റായിട്ട് ഈ നോച്ചസ് നിൽക്കുന്ന അതുവരെ. അപ്പോൾ ഇങ്ങോട്ടാണ് നമ്മൾ പ്ലീറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതേപോലെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് വരണം, ഒരേമാതിരി ഇവിടുന്ന് അങ്ങോട്ട്. അപ്പൊ നമുക്ക് ഒരേമാതിരി ഇരിക്കും. അപ്പൊ ഇങ്ങനെ മടക്കി നമുക്ക് പ്ലീറ്റ് ഇട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാം. ഒരിക്കലും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഭാഗത്തു നിന്ന് തുടങ്ങി ഇങ്ങോട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് പോരരുത്. എപ്പോഴും മിഡിൽ പാർട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. മിഡിൽ പാർട്ടിൽ നിന്ന് ഈ സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും, അതേമാതിരി മിഡിൽ പാർട്ടിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കും. മിഡിൽ പാർട്ടിൽ സൂചി താഴ്ത്തി എന്നിട്ട് പ്രഷർ ഫുട്ടും താഴ്ത്തി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അവിടുന്ന് ഇങ്ങോട്ട് ഒരേമാതിരി പ്ലീറ്റ് ഇട്ട് ഇങ്ങനെ മടക്കി വെച്ച് ഒരേ വീതിയിൽ ആം ഹോളിന്റെ 1/2 ഇഞ്ച് വിട്ട് വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്ത് പോരാം. ഇപ്പൊ സ്ലീവ് രണ്ട് സൈഡും നല്ല വൃത്തിയിൽ പ്ലീറ്റ് ഇട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി വൃത്തിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിൽ അയൺ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ള കളർ നൂല് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേമാതിരി പ്ലീറ്റ് ഇട്ട് നമുക്ക് ഈ ഭാഗം കൂടി ഒരേ അളവിൽ നമുക്ക് അടിക്കാം. എന്നാലാണ് നമുക്ക് സ്ലീവ് മടക്കുമ്പോൾ ഈ പ്ലീറ്റ് അതേമാതിരി ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗം ഇങ്ങനെ കറക്റ്റായിട്ട് ഇതേ അളവിൽ തന്നെ പ്ലീറ്റ് എടുത്ത് ഈ ഭാഗത്തും 1/2 ഇഞ്ച് വിട്ട് ഉള്ളിൽ നേരെ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് പോരാ. ഇനി നമ്മളുടെ സ്ലീവ് അധികം കനയില്ലാത്താണ്, മെറ്റീരിയൽ അധികം കനയില്ലാത്താണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ലൈനിങ് തുണി ഉപയോഗിക്കും. ഇത് കട്ടിയുള്ള തുണിയിലാണ് നമ്മളിങ്ങനെ പ്ലീറ്റ് ഇട്ട് എടുക്കേണ്ടത്, പഫ് സ്ലീവിനുള്ളത്. അപ്പോൾ ലൈനിങ് തുണി ഉപയോഗിക്കുമ്പോൾ ലൈനിങ് തുണി നോർമൽ സ്ലീവായിട്ട് കട്ട് ചെയ്ത് ഈ ഭാഗത്ത് വെച്ച് പിടിപ്പിക്കാം. നോർമൽ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ അതിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും കാണണം. അപ്പൊ അതുമാതിരി നോർമൽ സ്ലീവ് ഇതിന്റെ മുകളിൽ 1/2 ഇഞ്ച് വിട്ട് ഇങ്ങനെ ഇതേമാതിരി ജോയിൻ ചെയ്യാം ഇതിന്റെ മുകളിൽ. അതിന് പ്ലീറ്റ് ഇട്ട് കൊടുക്കണ്ട, നമ്മുടെ ഒറിജിനൽ മെറ്റീരിയലിലാണ് നമ്മളിങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ പ്ലീറ്റ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഇതാ കറക്റ്റായിട്ട് രണ്ട് സൈഡ് നമുക്ക് പ്ലീറ്റ് ഇട്ട് കിട്ടിയിട്ടുണ്ട്. ഒരേമാതിരി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പൊ നമുക്ക് ഒരേ അളവിൽ പ്ലീറ്റ് ഇട്ട് കിട്ടിയിട്ടുണ്ട്. മുകളിലത്തെ ആം ഹോളിന്റെ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചുവട് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ബൈൻഡിങ് വെച്ച്
ഈ ഭാഗം ജോയിൻ ചെയ്യണം. ഈ ഭാഗം നമുക്ക് മടക്കിയടിക്കണം. അതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ബൈൻഡിങ്ങിനുള്ള ക്ലോത്ത് ഇങ്ങനെ നീളനെ കട്ട് ചെയ്തെടുക്കുക. അത് 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് നീളത്തിൽ നിങ്ങൾക്ക് 2 ഇഞ്ച് വീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് മടക്കി വെച്ചടിക്കേണ്ടതെന്ന് നോക്കാം. ബൈൻഡിങ്ങിനുള്ള ക്ലോത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഈ നല്ല മെറ്റീരിയലിന്റെ അടിവശത്ത് വെച്ച് മുകളിലൂടെ 1/4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ അടിച്ചു പോരാം. ബൈൻഡിങ് എപ്പോഴും നമ്മൾ അതിന്റെ ക്ലോത്ത് അടിയിലാണ് വെക്കുക, നല്ല മെറ്റീരിയലിന്റെ അടിയിൽ. അതിനുശേഷം മറിച്ചിട്ട് ഇത് ഉള്ളിലേക്ക് മടക്കിയടിക്കുകയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യം ബൈൻഡിങ്ങിന്റെ ക്ലോത്ത് അടിയിൽ വെക്കുക, നല്ല മെറ്റീരിയൽ മുകളിൽ വെച്ച് ഇവിടുന്ന് 1/4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ അടിച്ചു പോരാം. സ്ലീവ് ഇപ്പൊ നീളനെ അടിച്ചിട്ടുണ്ട്, ബൈൻഡിങ് ആയിട്ട് നമ്മൾ ചെയ്തു. ഇതിപ്പോ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് വൈറ്റ് കളറിൽ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചെയ്യുമ്പോൾ അതാത് കളർ നൂലിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ശേഷം നമ്മൾ ബൈൻഡിങ് ചെയ്ത ഭാഗം പിറകു വശത്തിൽ നിന്ന് മുന്നിലേക്കെടുത്ത് അതിന് മുൻപായിട്ട് ഇവിടെ അലവൻസ് കാണുന്ന ഭാഗം, എക്സ്ട്രാ കാണുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തിടുക. ഇങ്ങനെ നീളനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ശേഷം നമ്മുടെ ഈ ഭാഗത്ത് വരുന്ന നമ്മള് ഈ എക്സ്ട്രാ വരുന്ന പാർട്ട് ഒന്ന് കട്ട് ചെയ്തിടുക. ബൈൻഡിങ്ങിനുള്ള ക്ലോത്ത് നമ്മൾ പിറകു വശത്ത് വെച്ച് നീളനെ സ്റ്റിച്ച് ചെയ്ത് പോന്നു. അതിങ്ങനെ വിടർത്തി പിടിക്കുക. അതിന് മുൻപായിട്ട് ഇവിടെ എക്സ്ട്രാ വരുന്ന എലവൻസ് ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയണം. കാരണം ഇങ്ങനെ മടക്കി അടിക്കുമ്പോൾ അതിവിടെ തട്ടാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇങ്ങനെ വരുന്ന ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയുക. അപ്പം നമുക്ക് വൃത്തിയിൽ ഇത് ഇങ്ങനെ മടക്കി അടിക്കുമ്പോൾ വൃത്തിയിൽ കിട്ടും. അപ്പൊ കുറച്ചൊന്ന് വീതി കുറയ്ക്കുക. ശേഷം നമ്മൾ നല്ല ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി വീണ്ടും മടക്കി ഇങ്ങനെ നമ്മൾ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത ഭാഗം കാണാത്ത വിധം മടക്കി ഒരേ അളവിൽ ഇങ്ങനെ നീളനെ സ്റ്റിച്ച് ചെയ്ത് പോരാ. ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതെങ്ങനെ മടക്കി പിടിച്ച് ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് പോകുന്ന വിധം മടക്കി നീളനെ സ്റ്റിച്ച് ചെയ്ത് പോരാ. ഇപ്പൊ സ്ലീവ് മടക്കി അടിച്ചിട്ടുണ്ട്, ബൈൻഡിങ് ചെയ്തിട്ടുണ്ട്, വൃത്തിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതാ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വൃത്തിയിൽ കിട്ടും, നല്ല ഭംഗിയിൽ. മടക്കി അടിച്ചതും നല്ല ഭംഗിയിലുണ്ടാവും. ഇതാ നമ്മുടെ പ്ലീറ്റ് ഒക്കെ നല്ല ഭംഗിയിലുണ്ടാവും. ആം ഹോളിന്റെ ഭാഗത്താണ് ഇത് വരിക. ഇങ്ങനെ ഫ്രണ്ട് ആം ഹോൾ എപ്പോഴും കുഴിച്ചു വെട്ടാൻ മറക്കരുത്. ഇത് നമ്മുടെ ക്ലോത്തിന്റെ, നമ്മുടെ ചുരിദാറാണെങ്കിലും പട്ടുപാവാടയാണെങ്കിലും ഉടുപ്പാണെങ്കിലും ആ ഭാഗത്തെ ആം ഹോളിനായിട്ട് ചേർക്കേണ്ട ഭാഗമാണ് ഈ ഭാഗം. ഇത് സ്ലീവിന്റെ ചുവട് വശം. അങ്ങനെ വൃത്തിയിൽ നമുക്ക് സ്ലീവ് കിട്ടിക്കഴിഞ്ഞു. ഇതപ്പം നല്ല ഭംഗിയിൽ പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചുവട് വശം നമ്മൾ ബൈൻഡിങ് ചെയ്തിട്ടുണ്ട്. ശേഷം ഇങ്ങനെ നേരെ മടക്കുക. ഇങ്ങനെയാണ് വരിക. ഇത് ഫ്രണ്ട് പാർട്ട്. നമ്മുടെ ക്ലോത്തിന്റെ സ്ലീവിന്റെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടാൻ മറക്കരുത്. ഇത് ആം ഹോളുമായി ചേർക്കേണ്ട ഭാഗമാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കും നമ്മുടെ പഫ് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.